ദുരന്തബാധിതർക്ക് തണലായി നിന്ന ഗവൺമെന്റ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും ക്ലാസുകൾ ആരംഭിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുകയായിരുന്നു സ്കൂൾ. ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് അനുശോചന യോഗമടക്കം നടത്തിയാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. മേപ്പാടി LP ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ ക്യാമ്പ് തുടങ്ങിയതോടെ വിദ്യാലയത്തിൽ ക്ലാസുകൾ താത്കാലികമായി നിർത്തിവച്ചിരുന്നു. ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ഈ വിദ്യാലയത്തിലെ തന്നെ 3 കുട്ടികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ക്ലാസുകൾ ആരംഭിച്ചത്. ക്ലാസുകൾക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്നത് തുടരും. വിദ്യാലയത്തിൽ മറ്റു സൗകര്യങ്ങൾ ഒരുക്കിയതായും പ്രധാനാധ്യാപിക പറഞ്ഞു. ഒരുക്കങ്ങളെല്ലാം ഇന്നലത്തോടെ ഏകദേശം ഇന്നലെ വരെ നമുക്ക് ഇവിടെയെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ എഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അവർക്കെല്ലാം താൽക്കാലിക വീടുകൾ കിട്ടിയിട്ടുണ്ട്. അധ്യാപകർ എന്നും നിരന്തരമായിട്ട് അവരെ ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ അതെല്ലാം പുറമേ നിന്നെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം കിട്ടിയിട്ടുണ്ട്. അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ലെന്നാണ് മനസ്സിലാക്കിയത്. 3 കുട്ടികളാണ് നഷ്ടപ്പെട്ടത്. +2 ഒരു കുട്ടിയും +1 2 കുട്ടികളും മിടുക്കരായിരുന്നു. ദുരന്തത്തിൽ തകർന്ന GVHS വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിലും മുണ്ടക്കൈ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ പഠനം മേപ്പാടി APJ ഹാളിലും സെപ്റ്റംബർ 2-ന് ആരംഭിക്കും. പ്രവേശനോത്സവം അടക്കം നടത്തിയായിരിക്കും ക്ലാസുകൾ ആരംഭിക്കുക. ജനം, വയനാട്.